വെൽക്കം ബാക്ക് ടു ട്രിപ്പോഗ്രഫി. നമ്മളിപ്പോൾ ന്യൂസിലാൻഡിൻ്റെ തലസ്ഥാനമായ വെല്ലിംഗ്ടൺ സിറ്റിയിലാണ്. വെല്ലിംഗ്ടണിൽ കാണേണ്ട കാഴ്ചകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പ്രധാന അട്രാക്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഗൂഗിൾ പറയുന്ന ഒരു സ്ഥലമാണ് ക്യൂബ സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ എന്താണ് ഇത്ര വലിയ സംഭവം എന്നൊന്നും നമുക്കറിയണ്ടേ, അതിനു വേണ്ടിയാണ് പോകുന്നത്. ഇപ്പോൾ സമയം രാവിലെ 10:30 ആയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്കതിൻ്റെ ഒരു ഫുൾ വൈബ് കിട്ടുമോയെന്നറിയില്ല, തിരക്കുണ്ടാകുമോയെന്നും അറിയില്ല. എന്തായാലും ഒന്ന് പോയി നോക്കാം. എല്ലാ കഫേയാണ് നമ്മൾ ഈ കടന്നു പോകുന്നത്. ഇത് ഐസ്ക്രീം ഷോപ്പ്, ക്രാഫ്റ്റുകൾ, നാട്ടിലൊക്കെ കാണുന്ന പോലെ അല്ലേ. ഇത് കണ്ട, ചുമ്മാ ഒന്ന് കയറി നോക്കിയാലോ. പോയി അതിൻ്റെ ചുമ്മാ ഒന്ന് കയറി നോക്കണ്ട. ഓ, അതിൻ്റെ അകത്ത് തിരക്ക് കണ്ടോ. ഓ, ഇത് വേണ്ടടി, ചാത്തൻ ലുക്ക്. ബ്രോഡ്വേ പോലെ എനിക്ക് തോന്നുന്നത്. നല്ല രസമല്ലേ, റെഡ് കളറില്. ഒരു ഭാഗത്ത് എനിക്കൊന്ന് നടക്കാൻ മാത്രമായിട്ട് വാക്കിംഗ് സ്ട്രീറ്റ് ആയിരുന്നുണ്ട്, വണ്ടിക്കൊന്നും പോകാൻ പാടില്ല. ആ ഭാഗത്തേക്ക് പോകണം. ഇതാണ് ക്യൂബ സ്ട്രീറ്റ്. അതായത് ഇതൊരു ടൗൺ സെന്റർ അല്ലെങ്കിൽ സിറ്റി സെന്റർ അത്രേ ഉള്ളൂ. നമുക്കൊരു വാക്കിംഗ് സ്ട്രീറ്റ്, രസമുണ്ട്, കളർഫുൾ ആണല്ലേ. ഇതെന്നത് ഫിയർ ഫാക്ടർ. അതെ, ഫിയർ ഫാക്ടർ സംഭവമാണ്. വേണ്ട, എല്ലാം പഴയ ബിൽഡിങ്ങുകളാണ്. ഇതെന്നാ ഇവിടെ നിറയെ റെസ്റ്റോറൻറ്റുകളും പബ്ബുകളുമാണ്. എവിടെ നോക്കിയാലും പബ്ബുകൾ, കംപ്ലീറ്റ് റെസ്റ്റോറൻറ്റ്സ്. അതൊക്കെ ഉണ്ട്, സുഷി, ജാപ്പനീസ്, അറബിക് ഫുഡ്, ഇംഗ്ലീഷ് ഫുഡ് എന്ന് വേണ്ട ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഇവിടെ കാണാം. അവിടെയൊക്കെ റെസ്റ്റോറൻറ്റ്സ് ആണ്. അതൊക്കെ ഓപ്പൺ അല്ല ഇപ്പം. രാവിലെ അല്ല, ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞുള്ളൂ. വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കായിരിക്കും ഓപ്പൺ ആവുള്ളൂ. പഴയ ബിൽഡിങ്ങുകളുടെ പ്രൗഢി നോക്കി. ഇത് വെള്ളം പുറത്തേക്ക് തെറിക്കുന്നൊക്കെ ഉണ്ട്. ഇക്ക് വെള്ളം തെറിക്കൂടാ, എൻ്റെ വെള്ളം തെറിക്കും വേണ്ട. അത് നിറഞ്ഞ് ഓരോ നല്ല ആർട്ട്. തെറിച്ച്. നല്ല കളർഫുള്ളായിട്ടുള്ള കടകൾ. കോട്ടൺ ഓൺ, ക്ലാസിക് ആയിട്ടുള്ള ഡ്രസ്സാണ് കോട്ടൺ ഓണിൻ്റെ. എല്ലാം ഒരു എന്താ പറയുക, ഒരു ക്രീമിഷ് കളറിലുള്ള ഡ്രസ്സുകളായിരിക്കും. തന്നെയല്ല, മിക്കവാറും ഈ ലിനൻ മെറ്റീരിയലൊക്കെ ആയിരിക്കും. നല്ല ക്ലാസിക്കാണ്. ഒരു ഓവർ കളർഫുള്ളായിട്ടുള്ള ഒരു സംഗതി ഇവിടെ ഇല്ല. അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ ഒരു പ്രത്യേക ഡിസൈനല്ലേ ഇതിനൊക്കെ. ലിനൻ ടൈപ്പ് മെറ്റീരിയലാണ് അതൊക്കെ. ഇതിൻ്റെ വില കണ്ടോ, അത്യാവശ്യം വിലയൊക്കെ ഉണ്ട്. തീരെ ചീപ്പല്ലാത്ത ഒരു ബ്രാൻഡാണ് കോട്ടൺ ഓൺ. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി കഴിഞ്ഞപ്പം ഇവിടെ ഒരു സ്ട്രീറ്റ് പെർഫോമർ, പുള്ളിയോടെ മൗത്ത് ഓർഗനൊക്കെ വായിച്ചിരിക്കുകയാണ്. അതിൽ വലിയ പുതുമയൊന്നും തോന്നിയില്ല, പക്ഷേ എനിക്ക് അതിലും ഇഷ്ടപ്പെട്ടത് പുള്ളിയുടെ അറ്റയറാണ്. എന്തൊക്കെയോ തുന്നിപ്പിടിപ്പിച്ച ഡ്രസ്സ്, അതിൻ്റെ അകത്ത് ബട്ടൺസ് ഉണ്ട്, ബാഡ്ജുണ്ട്, തൂവലുകളുണ്ട്, മുത്തുകളുണ്ട്, അങ്ങനെ എന്തൊക്കെയോ സംഭവങ്ങൾ പുള്ളി അതിൻ്റെ അകത്ത് തുന്നി പിടിപ്പിച്ചിട്ടുണ്ട്. അതാണ് പുള്ളിയുടെ മ്യൂസിക്കിനേക്കാൾ കൂടുതൽ അട്രാക്റ്റീവ് എന്ന് എനിക്ക് തോന്നി. വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടപ്പോഴേക്കും പുള്ളി കുറച്ചുകൂടി നമുക്ക് നേരെയൊക്കെ ഒന്ന് തിരിഞ്ഞ് പെർഫോമൻസ് തുടർന്നു.
കിക്കുനെ പുള്ളി കൈയൊക്കെ പൊക്കി കാണിച്ച് കിക്കുവിനോട് ഭയങ്കര കമ്പനിയുണ്ട്. എന്നാ പറഞ്ഞേ? ആ പൈസ കൊടുത്താൽ മേടിക്കും, അത്ര തന്നെ. അല്ലാതെ പുള്ളി നിർബന്ധിക്കുന്നൊന്നുമില്ല ആരും. കുറച്ച് എക്സെൻട്രിക് ടൈപ്പ് ആയിട്ടുള്ള ആളുകളാണ് അതൊക്കെ. ഇവിടെ എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള ഷോറൂംസാണ്. ഈ പാട്ട് കേൾക്കുന്നത് അവിടെ ഒരാൾ ബ്ലൂടൂത്ത് സ്പീക്കറിലൊക്കെ വെച്ചിരിക്കുന്നതാണ്. അത് വലിയ സ്പീക്കറൊക്കെ ആയിട്ട് വന്നിട്ട് പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഫോട്ടോ എടുക്കും. അമലേ, ഈ റോഡിലൊക്കെ ഈ കളർ അടിച്ച് വെച്ചേക്കുന്നത് എന്നാണെന്നറിയാമോ? അതാണ് LGBT കമ്മ്യൂണിറ്റിയുടെ കളർ കോഡാണ്. LGBT എന്ന് പറഞ്ഞാൽ ലെസ്ബിയൻ, ഗേ, ബൈസെക്ഷൽ, പിന്നെ ഈ ട്രാൻസ്ജെൻഡേഴ്സ്, അവരുടെ കമ്മ്യൂണിറ്റിയുടെ കളർ കോഡാണ്. നമ്മൾ ഈ പറയില്ല ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അങ്ങനെ കളർ ചെയ്ത് വെച്ചേക്കുന്നതാണ് റെയിൻബോ. അത് ലോകത്തിൻ്റെ പല ഭാഗത്തും അങ്ങനെ ഒരു സംഗതി ഇപ്പോൾ ഉണ്ട്. അതായത് എന്നാ പറയണേ, ഇപ്പോൾ ഒരു ഹോട്ടലിൽ റൂം എടുക്കണമെന്നുണ്ടെങ്കിൽ അത് LGBT സപ്പോർട്ടിങ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവിടെ ഒരു സിമ്പിൾ ഉണ്ടാവും. അതാണ് ഈ റെയിൻബോ കളേഴ്സിലുള്ള സിമ്പിൾ. ഇപ്പോൾ അത്യാവശ്യം തിരക്കൊക്കെ ആയി വരുന്നുണ്ട്. ചില റെസ്റ്റോറൻറ്റുകളൊക്കെ തുറന്നു വരുന്നു. ആളുകളൊക്കെ അതിൻ്റെ ഒരു ഫുൾ വൈബിലേക്ക് വരുന്നേ ഉള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വേറൊരു ടീമിൻ്റെ മാസ് എൻട്രി. ബൈക്കൊക്കെ റേസ് ചെയ്ത് വരുന്ന മാതിരി ഒരു വരവാണ് പുള്ളി. ഒന്ന് വട്ടം കറങ്ങി ഒന്ന് വന്ന് പുള്ളി ഒരു സ്ഥലമൊക്കെ കണ്ടുറപ്പിച്ച് പുള്ളി അവിടെ സെറ്റിൽ ചെയ്യാൻ നോക്കുവാണ്. ഒരു ജോലിക്ക് വരുന്ന അതേ ലാഘവത്തോടെയാണ് വരുന്നത്. ഇനി അവിടെ സ്ട്രീറ്റ് പെർഫോമൻസ് നടത്താനായിരിക്കണം മിക്കവാറും. പുള്ളി ജോലിക്ക് വരുന്ന പോലെ വന്നിട്ട് ഒരുങ്ങുന്നതാണ്. അങ്ങനെ വന്നപ്പോഴാണ് ഇവിടെ വേറൊരു കട ശ്രദ്ധിക്കുന്നത്. ഇതൊരു റെസ്റ്റോറൻ്റ് അല്ല, കഫേയോ അല്ല, ഇതൊരു ബാർബർ ഷോപ്പാണ്. ഇവിടെ എല്ലാം ഇതുപോലെ തലതെറിഞ്ഞ സംഭവങ്ങളാണ്. എന്തായാലും അകമൊക്കെ നല്ല പച്ചപ്പാണ്. ഇതെല്ലാം ഒറിജിനൽ ചെടികൾ തന്നെയാണ്. ഇതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നൊന്നും അറിയില്ല. എന്തായാലും നല്ല ആംബിയൻസ് ആണ്. അങ്ങനെ നമ്മൾ ക്യൂബ സ്ട്രീറ്റ് അവസാനിച്ചു. ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ വന്നതാണ് ക്യൂബ സ്ട്രീറ്റിൻ്റെ മെയിൻ ഭാഗം. ഇനി നമ്മൾ അങ്ങോട്ട് പോകുന്നത് ലോവർ ക്യൂബ എന്ന് പറഞ്ഞിട്ടൊരു ഭാഗത്തേക്കാണ്. ഇവിടെ ഒരു ഷോപ്പിൻ്റെ പേര് കണ്ട കൊച്ച് ആൻഡ് ഷീപ്പ്. കൊച്ച് അത് കുഞ്ഞാണ് എനിക്ക് തോന്നേ. ചിറക് പോയല്ലേ? അത് നോക്കോളൂ. വാ വാടാ വാടാ. എനിക്കിന്ന് സന്തോഷമായി. പഴയ ബിൽഡിങ് ബാങ്ക് ഓഫ് ന്യൂസിലാൻഡിൻ്റെ ബിൽഡിംഗ് ആണ്. ബാങ്ക് ഓഫ് ന്യൂസിലാൻഡ്. അത് വെല്ലിംഗ്ടൺ ടൗൺ ഹാളായിരുന്നു. ഇപ്പോൾ അവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് കാണാം. പേടിച്ചു പോയി. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു വൈബ് നമുക്ക് അങ്ങോട്ട് അനുഭവിക്കാൻ പറ്റിയില്ല ഇതുവരെ. മറ്റുള്ള രാജ്യങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതൊരു വലിയ സംഭവമായിട്ടുള്ള സ്ട്രീറ്റായിട്ട് എനിക്ക് തോന്നിയില്ല. ചിലപ്പോൾ നമ്മൾ വന്ന സമയത്തിൻ്റെതും ആകാം.